തോട്ടപ്പള്ളി സ്പിൽവേയിൽ 39 ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. ആകെ 40 ഷട്ടറുകളാണുള്ളത്. ഇതിൽ 7-ാം നമ്പർ ഷട്ടർ തകരാറിലാണ്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായതോടെയാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇറിഗേഷൻ മെക്കാനിക്കൽ വിഭാഗം ഷട്ടറുകൾ തുറന്നത്. വേലിയിറക്കമായതിനാൽ കടലിലേക്ക് നീരൊഴുക്ക് ശക്തമാണ്. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, കൂടുതൽ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൃത്യമായി നൽകിയിട്ടുണ്ടല്ലോ അല്ലെ? പ്രദേശവാസികളൊക്കെ കരുതൽ സ്വീകരിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? ആലപ്പുഴ ജില്ലയിൽ അപ്പർ കുട്ടനാട്, ലോവർ കുട്ടനാട് മേഖലകളിലേക്ക് ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളം, അതായത് മലയോര മേഖലകളിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് തോട്ടപ്പള്ളി പൊഴിമുഖമാണ്. സ്വാഭാവികമായി ഇവിടെ ഏകദേശം 150 മീറ്ററോളം തന്നെ പൊഴിമുഖം മുറിഞ്ഞു എന്നാണ് നിലവിൽ ഇവിടെ നിന്നും ഉദ്യോഗസ്ഥർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ സ്ഥലം MLA ജി സുധാകരൻ വ്യക്തമാക്കുന്നു. 150 മീറ്ററോളം പൊഴിമുഖം അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ പൊഴി മുറിഞ്ഞ് കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നു. സ്വാഭാവികമായി തന്നെ വേലി ഇറക്കം സമയമാണ്. ജലം ഒഴുകിപ്പോകാൻ അതിവേഗതയിൽ തന്നെ ഒഴുകിപ്പോകുന്നത് കൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള വെള്ളം ഒഴുകി വരുന്നതിൽ സുഗമമായി ഒഴുകിപ്പോകുന്നത് കൊണ്ട് തന്നെ വലിയ വെള്ളക്കെട്ട് അപ്പർ കുട്ടനാട് മേഖലയിൽ അടുത്ത മണിക്കൂറുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കൂടുതൽ ജലം ഒഴുകിയെത്തുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒഴുകി പോകാത്ത സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകും. കടലും പ്രക്ഷുബ്ധമാകും. അതായത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ കടലും പ്രക്ഷുബ്ധമാകുന്ന രീതി ഇന്നലെ ഉണ്ടായിരുന്നു. അങ്ങനെ കടൽ കൂടി പ്രക്ഷുബ്ധമാകുകയാണെങ്കിൽ വൈകുന്നേരം വേലിയേറ്റ സമയമാകും. വേലിയേറ്റ സമയമാണെങ്കിൽ ഈ ജലം ഈ രീതിയിൽ സുഗമമായി വേഗതയിൽ അതിവേഗതയിൽ ഒഴുകിപ്പോകാത്ത രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളം ഈ രീതിയിൽ ഒഴുകിപ്പോയില്ലെങ്കിൽ അത് വെള്ളക്കെട്ട് ഉണ്ടാക്കും. ജില്ലയിൽ എന്താണെങ്കിലും ഇപ്പോഴത്തെ 11 ക്യാമ്പുകൾ, 3 താലൂക്കുകളിലായി 11 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 500-ലധികം ആളുകളുണ്ട്. തൃക്കുന്നപ്പുഴ, വണ്ടാനം, ആറാട്ടുപുഴ പ്രദേശങ്ങളിലാണ് നിലവിൽ കടൽ ക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഇന്നലെ കടൽക്ഷോഭം ഉണ്ടായതുകൊണ്ടാണ്. അത് ഉച്ചയ്ക്ക് ശേഷം 3-4 മണിക്ക് ശേഷമായിരിക്കും കടലിന്റെ സ്വാഭാവിക രീതി മാറി കടൽ പ്രക്ഷുബ്ധമാവുക. എന്താണ് നിലവിൽ ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിലാണ് നിലവിൽ ജലമുള്ളത്. അത് ഈ രീതിയിൽ തന്നെ ഒഴുകി പോവുകയാണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും ജലം ഒഴുകി പോകാനാണ് ഇടയാക്കുന്നത്. ക്യാമറമാൻ S അജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിബാൽ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.